ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് വാട്സാപ്പ് സംബന്ധമായ ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ മുകളിലായിട്ട് കാണാം വേസെൻറ്റ് എന്നൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ലിങ്ക്. ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് മുകളിൽ വെക്കുന്നുണ്ട്. ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ്, നിങ്ങളുടെ വാട്സാപ്പ് ഉപയോഗിക്കുന്ന പല സുഹൃത്തുക്കളും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, വാട്സാപ്പിൽ എങ്ങനെ 16 MB കൂടുതലുള്ള ഫയലുകൾ സെൻഡ് ചെയ്യാമെന്നത്. ഞാനിപ്പോൾ വോഡാഫോണിൻ്റെ ഒരു എപ്പിസോഡ് ഡൗൺലോഡ് ചെയ്തതാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഞാൻ അതിനെ എൻ്റെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യുകയാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനത് എൻ്റെ ഗ്രൂപ്പിനകത്തേക്ക് ഒന്ന് ഈ വീഡിയോ സെൻഡ് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം സ്ക്രീനിലായിട്ട് 16 MB മാത്രമാണ് ഇവിടെ സെലക്ട് ആയിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഫോണിൽ ബാക്കിയുള്ള വീഡിയോസ് സെലക്ട് ആയിട്ടില്ല. നിങ്ങൾ ഈ ബാർ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ ഒരു 16 MB മാത്രമാണ് ഇവിടെ സെലക്ട് ആകുന്നത്. ഇതിനെ ഈ വീഡിയോ എങ്ങനെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം എന്നതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് നമുക്ക് വാട്സാപ്പ് ഒന്ന് ക്ലോസ് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിലായിട്ട് കാണാം. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. സെൻഡ് ഇൻബോക്സ് എന്നുള്ള 2 ഓപ്ഷൻ മാത്രമായിരിക്കും കാണാൻ കഴിയുക. ഇതിൽ ഞാൻ ആഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ ആ ഗാലറിയിലുള്ള വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുകയാണ് വീണ്ടും. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിലായിട്ട് കാണാം 30.36 MB ഇവിടെ ഈ ഫയലിന് വലിപ്പമുണ്ട്. അതിലാണ് നമ്മൾ മറ്റേ ഡയറക്റ്റ് വാട്സാപ്പിൽ സെൻഡ് ചെയ്യാൻ നേരം 16 MB മാത്രം സെലക്ട് ആയത്. ഞാൻ ഇനി ഇതിനെ സെൻഡ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിലായിട്ട് കാണാം കമ്പോസിങ് ഫയൽ എന്നുള്ളത്. ഇതൊന്ന് കമ്പോസായി വരണം. നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ എടുത്ത് ചാടി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വീഡിയോ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും അവിടെ ഒന്നിച്ച് കിട്ടില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് അവർക്കും ഈ ആപ്ലിക്കേഷൻ അവരുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ സെൻഡ് ചെയ്യുന്ന 16 MB കൂടുതലുള്ള വീഡിയോ അതേ ലെങ്തിൽ അവർക്ക് അവിടെ കിട്ടും. ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന 16 MB കൂടുതലുള്ള വീഡിയോസ് അത് നിശ്ചിത അളവിൽ അത് കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്ത് നിങ്ങളുടെ വാട്സാപ്പ് വഴി ഈ ഫയൽ ഈ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യും. സെൻഡ് ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ഫോണിലേക്കാണ് നിങ്ങൾ ഈ വീഡിയോ സെൻഡ് ചെയ്യുന്നത് എങ്കിൽ അവിടെ റിസീവ് ചെയ്യുന്ന ആൾക്കാർ റിസീവ് ചെയ്തതിന് ശേഷം ഫുൾ ലെങ്തായിൽ നിങ്ങൾ എങ്ങനെയാണോ ഇതിൻ്റെ ഒറിജിനൽ ഫയൽ അയച്ചത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് അവിടെ കിട്ടും. നമുക്കിപ്പം കാണാം, ഇവിടെ ഒരു വീഡിയോ ഇവിടെ ഒരു പാർട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇപ്പം രണ്ടാമത്തെ പാർട്ടിൻ്റെ ലോഡിങ് നടക്കുകയാണ്. ഇത് 3 പാർട്ടായിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇപ്പം കട്ട് ചെയ്തേക്കുന്നത്. നമുക്കെന്തായാലും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ ഇതുപോലെയുള്ള മൊബൈൽ സംബന്ധമായ വീഡിയോസ് നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭിക്കാൻ വേണ്ടി വിഷ്ണു സ്പേസ് ബാബു എന്ന് അടിച്ച് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ എൻ്റെ പ്രൊഫൈൽ കിട്ടും. പ്രൊഫൈൽ ഫോളോ ചെയ്ത് വെക്കുക.
അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പേജായ വിഷ്ണു ബാബു എന്ന പേജ് ലൈക്ക് ചെയ്താലും നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ആ വീഡിയോസുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത് എങ്കിലും നിങ്ങളുടെ പല സുഹൃത്തുക്കൾക്കും അറിവുണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ അവരിലേക്കും കൂടി ആ അറിവ് പകർന്നു കൊടുക്കുക. ഇപ്പം രണ്ടാമത്തെ ഭാഗം സെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ വരുന്ന വിഷുവിൻ്റെ അന്ന് ഞാൻ ഒരു 15 GB മെമ്മറി കാർഡിൻ്റെ സ്റ്റോറേജ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഫ്രീ ആയിട്ട് നൽകുകയാണ്. വിഷുവിൻ്റെ അന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. വിഷുവിൻ്റെ അന്നത്തെ ആ പോസ്റ്റ് നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ഫോണിൽ ഒരു 15 GB മെമ്മറി കാർഡിനകത്ത് കൊള്ളുന്ന എല്ലാ വീഡിയോസും അതേപോലെ ഫോട്ടോസ്, സോങ്സ് ഇവയെല്ലാം സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ കഴിയുന്ന, നിങ്ങളുടെ സാധാ മൊബൈലിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു 15 GB മെമ്മറി ഞാൻ നൽകുന്നതായിരിക്കും. ആ ആപ്ലിക്കേഷനായിരിക്കും ഞാൻ വിഷുവിൻ്റെ അന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പം ആ വീഡിയോ നിങ്ങളുടെ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഒരു വീഡിയോയ്ക്കായി നിങ്ങൾ വിഷു വരെ കാത്തിരിക്കണം. കാരണം ഏറ്റവും കുറഞ്ഞ MB മതി, വലിയ MB ഉള്ള ഫയലൊന്നുമല്ല ഞാൻ അന്ന് തരാൻ പോകുന്നത്. എങ്കിലും നിങ്ങൾക്ക് 15 GB വരെയുള്ള എല്ലാ സ്റ്റോറേജും വീഡിയോസും സോങ്സും എല്ലാം നിങ്ങൾക്ക് സേഫായിട്ട് സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ അന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. പല സുഹൃത്തുക്കൾക്കും ആ ആപ്ലിക്കേഷനെ കുറിച്ച് അറിവുള്ളതാണ്. എങ്കിലും അറിയാത്ത സുഹൃത്തുക്കളിലേക്ക് നിങ്ങളത് എത്തിച്ചു കൊടുക്കുക. ഇത് എൻ്റെ ഒരു ചെറിയൊരു വിഷു കൈനീട്ടം പോലെ ഞാൻ അന്നത്തെ ദിവസം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇപ്പം നമ്മളുടെ ഫയൽ 3 പാർട്ടായിട്ട് ഇവിടെ സെലക്ട് ആയിരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വാട്സാപ്പ് ഓപ്പൺ ആകും. ഞാനിനി എൻ്റെ ഗ്രൂപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് സെൻഡ് ചെയ്തു. സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും കാണാൻ കഴിയുക. ഒരു ആദ്യത്തെ പാർട്ട് 421 KB ഞാൻ അതിനെ ഒന്ന് സെൻഡ് ചെയ്യുകയാണ്. രണ്ടാമത്തെ ഭാഗം ഒരു 15 MB ഞാൻ അതിനെ രണ്ടാമത് സെൻഡ് ചെയ്യുന്നു. അടുത്ത ഒരു 15 MB ഞാൻ അതിനെയും കൂടി ഒന്ന് സെൻഡ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത വീഡിയോയുടെ 3 പാർട്ടും ഞാനിപ്പോൾ സെൻഡ് ചെയ്തേക്കുകയാണ്. ഇനി നമുക്കൊന്ന് നോക്കാം. ഇവിടെയായിട്ട് ഞാൻ സെൻഡ് ചെയ്ത വീഡിയോയുടെ 3 പാർട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇനി ഇത് റിസീവ് ചെയ്യുന്ന ആളുടെ ഫോണിൽ വാസൻ്റ് എന്ന ഈ സെയിം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഉണ്ട് എങ്കിൽ അവർക്ക് പൂർണ്ണമായും നിങ്ങളുടെ മൊബൈലിലുള്ള ഈ വലിയ ഫയൽ എത്രയുണ്ടായിരുന്നോ അത്രയും പൂർണ്ണമായി തന്നെ അവിടെ റിസീവ് ചെയ്യാൻ അവർക്ക് കഴിയും. ഞാനിപ്പോൾ എന്തായാലും തൽക്കാലം സെൻഡ് ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. വാട്സാപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം എല്ലാ സുഹൃത്തുക്കളും വിഷുവിന് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണാതിരിക്കരുത്. കാരണം ഒരു 15 GB മെമ്മറി കാർഡിൽ ഉള്ളുന്ന എല്ലാം സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് അന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല ആപ്ലിക്കേഷനുമായി നാളെ വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം.